ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കാവിലേക്ക് പോവുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അവിടെ നിന്ന് അന്നദാനമുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു തൊടിയിൽ കൂടെയാണ് പോകുന്നത്. തൊടിയിൽ കൂടെയും പോവാം, റോട്ടിൽ കൂടെയും പോവാം കേട്ടോ. തൊടിയിൽ കൂടെ ആകുമ്പോൾ അത്ര വലിയ വെയിലുണ്ടാവില്ല, ഉണ്ടാവും എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ വെയിൽ. പക്ഷേ റോട്ടിൽ കൂടെ ആണെങ്കിൽ നല്ല വെയിലുണ്ടാവും. തൊടിയിൽ കൂടെ പോകുമ്പോഴാണെങ്കിൽ അത്ര വെയിലും കൊള്ളണ്ട, എന്നാലും വെയിലുണ്ടാവും, എങ്കിൽ അത്ര വെയിലൊന്നും ഉണ്ടാവില്ല. ഈ കാവിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ വേട്ടക്കര കാവ് എന്നാണ് കേട്ടോ. ചെറിയൊരു കാവാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രത്യേക തണുപ്പായിരുന്നു. വെയിലുണ്ടെന്നേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും തിരക്കുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു, എങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്തു, അങ്ങനെ റസീത്തൊക്കെ വാങ്ങിച്ചു. പുഷ്പാഞ്ജലിക്ക് കൊടുത്ത് റസീത്തൊക്കെ വാങ്ങിച്ച് ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിനകത്തേക്ക് പോകണം. അവിടെ ഒരു പ്രത്യേക തണുപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വെയിലുണ്ടെന്നേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു. ആ ഒരു കാവിൻ്റെ വേട്ടക്കര കാവിൻ്റെ ചുറ്റും എന്താ പറയുക മരമാണ് കേട്ടോ. ചെറിയൊരു അമ്പലമാണ്, അതിൻ്റെ ചുറ്റും മരമാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും തണുപ്പ്. നല്ലൊരു എന്താ പറയുക തണുപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഉണ്ണിക്കുട്ടനെയും കൂട്ടി പുറത്തിറങ്ങിയിട്ട് പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഈ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു 5-6 വക കറി ഉണ്ടായിരുന്നു കേട്ടോ. പായസമൊക്കെ ഉണ്ടായിരുന്നു. 5-6 വക കറിയും പായസവും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്കുട്ടൻ കണ്ട് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, പപ്പടവും പായസവും 3-4-5 വക 3-4 വക കറിയും മോരൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളായിരുന്നു കേട്ടോ ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ട് തരുന്നുണ്ടായിരുന്നത്. പിന്നെ മോരൊക്കെ വേണമെന്ന് വെച്ചിട്ട് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ ഒരു കുട്ടി എനിക്ക് വെള്ളം ഒഴിച്ചു തന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തീ ചെയ്യുന്നത്, എന്താ പറയുക ചോറ് വാരിയിട്ട് ഗ്ലാസ്സിൽ ഇടണമെന്ന്. അല്ല ഗസ്, ഞാൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ പായസത്തിൽ പപ്പടം ഇട്ടതാണ് കേട്ടോ. പായസത്തിൽ പപ്പടം ഇട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അമ്പലത്തിലത്തെ ചോറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എപ്പോഴും അമ്പലത്തിലത്തെ ഇതുപോലുള്ള അന്നദാനത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഭക്ഷണത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പാത്രം കഴുകാമെന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ടുപോയിട്ട് പാത്രം കഴുകുകയാണ്. അവിടെ ഒരു വലിയൊരു പാത്രത്തിൽ എന്താ പറയുക വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പാത്രം കഴുകണം. അപ്പം അമ്മ പാത്രമൊക്കെ കഴുകി എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ, ഒരു പ്രത്യേക സുഖമായിരുന്നു. ഞങ്ങൾ 1-2 ഫോട്ടോസ് എടുത്തു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.